ഈ പുതിയ ജനറേഷൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറയാനാണ് ഇത് പറഞ്ഞത്. ചിലപ്പോൾ അച്ഛൻ വളരെ ബുദ്ധിമുട്ടി ചെറിയ തോതിൽ വളർത്തി കൊണ്ടുവന്ന ഒരു ബിസിനസ് ആയിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടിയത് ബ്രദേഴ്സ് അല്ലെങ്കിൽ നൈബേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവര് ഒരു ഡാപ്പോടെ ബന്ധം ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുന്ന ബിസിനസ്സിലേക്ക് നമ്മുടെ മക്കൾ നല്ല ബിസിനസ് ഡെവലപ്പായി. അപ്പൊ മക്കളെ ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്തൊക്കെ പോയി പഠിപ്പിച്ചിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ പുറത്തു പോകുന്നത് വരെ കൂടെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളെ വാസേട്ട എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ പുറത്തു പോയി MBA ഒക്കെ കഴിഞ്ഞ് വന്ന് പുതിയ കുറെ കൾച്ചറൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ മിസ്റ്റർ വാസു എന്ന് വിളിച്ചാൽ ബിസിനസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു പഴയ കൾച്ചർ ഉണ്ട്. അച്ഛനും വാസുവും നമ്മളുടെ ഒരു കൾച്ചർ ഉണ്ട്. ഈ കൾച്ചറിലേക്ക് ഇന്നലെ വരെ ചിലപ്പം ഈ വാസേട്ടന്റെ ഒക്കത്തും ഇരുന്ന ആളും കൂടിയാണ്. അദ്ദേഹം കയറി പിറ്റേ ദിവസം 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് മിസ്റ്റർ വാസു എന്ന ആ ഫോറിൻ കൾച്ചർ കൊണ്ടുവന്നിട്ട് നശിച്ചു പോയ ബിസിനസ്സിനെ എനിക്കറിയാം. ഇത് പറയാൻ കാരണം എന്താ അറിയൂ, പഴയ ഓൾറെഡി ഒരു കൾച്ചർ ഉണ്ടായിരിക്കും. ആ കൾച്ചറിൽ നിന്ന് പുതിയ കൾച്ചറിലേക്ക് വരുമ്പോൾ ആ കൾച്ചറിൽ നിന്ന് പുതിയതിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം എടുക്കേണ്ടത് ന്യൂജനാണ്. പഴയ ആളുകളെ പെട്ടെന്ന് പിടിച്ച് പുതിയ കൾച്ചറിലേക്ക് കൊണ്ടുവരരുത്. പഴയ കൾച്ചറിൽ പോയിട്ട് പതുക്കെ അവരെ പുതിയ കൾച്ചറിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നിന്നു പോകാൻ സാധ്യതയുണ്ട്.